പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അച്ചാർ ഇപ്പോൾ കുറേ എൻ്റെ വീഡിയോയിലുണ്ട്, എന്നാലും ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള അച്ചാർ. അപ്പോൾ അതിനായിട്ട് ഉരുണ്ട മാങ്ങയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയത് കുറച്ച് ഒട്ടിപ്പോയി മാങ്ങിന്. എന്നാലും കുഴപ്പമില്ല, മാങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കേടായി പോയില്ല. അപ്പോൾ വേഗം ഞാൻ അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ലോണം കഴുകിയെടുത്ത മാങ്ങ നല്ലോണം തുടച്ച് വെള്ളമയൊക്കെ കളഞ്ഞിരിക്കണം. കുറേ നാൾ ഇരിക്കേണ്ടതാണുള്ളത്. ഒരേ കഷ്ണം മതി കേട്ടോ ചോറിനാനായിട്ട്. ഇപ്പോൾ കറിയൊന്നും കാര്യമായിട്ടില്ലെങ്കിലും ഈ മാങ്ങച്ചാറുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വയറ് നിറച്ച് ചോറിനാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് കഷ്ണത്തിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ഇത്തിരി വലിപ്പമുള്ള കഷ്ണമാകുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയാവും. അച്ചാറുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർ കുറച്ച് പേരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർ ഇത് നോക്കി ഉണ്ടാക്കുക. പല രീതിയിൽ അച്ചാറിടാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും പല രീതിയിൽ അച്ചാറിടാൻ പറ്റും. അതിലത്തെ ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എല്ലാം മുറിച്ചെടുക്കാം കേട്ടോ. എല്ലാം മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി. അപ്പം നല്ല ഗ്രേവി കട്ടിയായിട്ട് ഗ്രേവി ആണെങ്കിൽ കാശ്മീരി മുളക് പൊടി ഒരു 3-4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കാശ്മീരി മുളക് പൊടിയാണല്ലോ, എരിവുണ്ടാവില്ല. ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. കല്ലുപ്പ് അച്ചാറിലേക്ക് എപ്പോഴും കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനമാണ് കടുക് പരിപ്പ്. അത് നമ്മൾ അതുപോലെ കടുക് എണ്ണയുണ്ടല്ലോ, കടുകെണ്ണ, അതിലൊക്കെ അച്ചാറിടുന്നതാണ് ബെസ്റ്റ്. കടുക് പരിപ്പ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഉലുവാപ്പൊടി അതും 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച പൊടിയാണ് കേട്ടോ, ഇവിടെ ഉണ്ടാക്കിയ പൊടിയല്ല, വാങ്ങിച്ച പൊടി. പിന്നെ കായപ്പൊടി ഇപ്പം ഇട്ട് കൊടുക്കണില്ല. നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. കൈ ടീസ്പൂൺ ഇട്ട് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് മിക്സ് ആവില്ല. കൈ തന്നെ വേണം കേട്ടോ, അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോഴാണ് ഇത് ഇപ്പോഴല്ല കേട്ടോ, ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് അച്ചാറിടുന്നത്. നല്ലോണം മിക്സാക്കി കൈ വെച്ചിട്ട് അപ്പോഴേക്കും മറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിൽ ഉപ്പൊക്കെ പിടിച്ചിരിക്കും. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചില്ലെങ്കിൽ ഇത് പൂത്ത് പോവില്ല, എന്നാലും വിനാഗിരി കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഈ മാങ്ങയിൽ ഇത്തിരി വെള്ളം കുറവാണ് കേട്ടോ. ഇതിന് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം കാണിക്കാം കേട്ടോ. ഇപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. എന്നാലും മാങ്ങയിൽ നിന്ന് വെള്ളം അധികം ഇറങ്ങിയിട്ടില്ല, വെള്ളം അധികം ഇല്ല കേട്ടോ മാങ്ങയിൽ. അപ്പോൾ വീണ്ടും ലേശം വിനാഗിരി ഒഴിച്ചെടുത്താൽ നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ, വിനാഗിരി കഴിഞ്ഞിന് വാങ്ങിച്ചിട്ട് വേണം. എന്നിട്ട് കുറച്ച് ഒഴിച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ളത് ചേർക്കാം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് രുചി കൂടാനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും മുളക് അത് കറക്റ്റായിട്ട് അതിൽ പിടിക്കണേ ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം. എണ്ണ അതുപോലെ 100 ഗ്രാമാണ് എടുത്തേക്കണ്. വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കുറേ അച്ചാർ കറി പോലെ കുറേ അച്ചാറൊന്നും കഴിക്കില്ല, ഒരു കഷ്ണം കഴിക്കുള്ളൂ. അപ്പോൾ എണ്ണ ഇത്തിരി കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായിട്ട് ഞാൻ സ്റ്റവ് ഓഫാക്കി ആ എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. കായപ്പൊടി നമ്മൾ ഇവിടുത്തെ കട്ടക്കായ ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി, പെട്ടെന്ന് നല്ല സ്മെല്ല് വരും. ഇത് കായപ്പൊടി ആകുമ്പോൾ കുറച്ചധികം തന്നെ ഇടണം കേട്ടോ. പിന്നെ മാങ്ങച്ചാറിലേക്ക് ഇത്തിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല. പക്ഷേ നാരങ്ങച്ചാർ നമ്മൾ വലിയ നാരങ്ങയൊക്കെ അച്ചാറിടുമ്പോൾ കായൊക്കെ വളരെ കുറയ്ക്കാൻ, പെട്ടെന്ന് സ്മെല്ല് കൂടും. ഇതിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വിനാഗിരി കൊണ്ടുവന്നിട്ട് അതും കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി 2 ദിവസം ഇതുപോലെ തന്നെ പാത്രത്തിൽ ഇരുന്നിട്ട് വേണം കുപ്പിയിലോട്ട് ഇട്ട് വയ്ക്കുക. അപ്പോഴാണ് അത് ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഉപ്പ് കുറച്ചും കൂടി വേണോ, കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് അറിയണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിടിയാണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അടിപൊളി അച്ചാറാണ്, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.